അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. SSF കേരള സാഹിത്യോത്സവ് 33ാമത് സാഹിത്യോത്സവമാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നടന്നത്. മഹത്തായ പരിപാടിയോടനുബന്ധിച്ച് പരിപാടിയുടെ പ്രചരണ കമ്മിറ്റി സംഘടിപ്പിച്ച പിങ്ക് കിസ് എന്ന വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാം അൽഹംദുലില്ലാ കേരളത്തിലും പുറത്തുമുള്ള 800ഓളം സ്ത്രീകളാണ്, സഹോദരിമാരാണ് അതിൽ പങ്കെടുത്തത് എന്നറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ആ മഹത്തായ പരിപാടിയുടെ ഞെരുക്കരപ്പിലൂടെ വിജയിക്കുന്നവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും നൽകാമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. മഹത്തായ പരിപാടിയുമായും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരിമാർ ചൊല്ലിയ സ്വലാത്തിൻ്റെ കണക്കുകൾ വളരെയധികം ഏറെയാണ്. അത് തന്നെ വ്യക്തിപരമായ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഓരോ സഹോദരിമാരും ചൊല്ലിയതായിട്ടുമൊക്കെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം സ്വലാത്തിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നത്. ഏത് അമലുകളും ചെയ്താൽ ആ അമലുകൾക്ക് അനുസൃതമായ പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. ആ അമലുകൾക്ക് തന്നെ പ്രത്യേകമായ ചട്ടക്കൂടുകളും അതിൻ്റെ ചില സമയങ്ങളും ഷറുത്തുകളും ഒക്കെയുണ്ട്. എന്നാൽ മഹത്തായ സ്വലാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സഹോദരിമാരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ആ സ്വലാത്തിനെ ഏതവസരത്തിലും ചെല്ലാൻ അനുവദിക്കപ്പെട്ടതാണ്, പ്രതിഫലം കിട്ടുന്നതുമാണ്. അതായത് അശുദ്ധിക്കാരിയായിരിക്കുന്ന അവസരത്തിൽ നിവാസികാരിയാകട്ടെ മാസമുറക്കാരിയാകട്ടെ, ഏത് അശുദ്ധിയുടേതായ സമയത്ത് പോലും ഖുർആൻ പാരായണം, ഖുർആൻ എന്ന നിലയ്ക്ക് അത് പാടില്ല. എന്നാൽ സ്വലാത്ത് ആ സമയത്ത് പോലും ചെല്ലാം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രത്യേകമായി അല്ലാഹു തആല നൽകിയിട്ടുള്ളതായ സ്ഥാനമാണ്. ആ നബി തങ്ങൾക്ക് പ്രത്യേകം കൊടുത്തിട്ടുള്ളത് ആദരവാണ്. അതിൻ്റെ പിന്നിൽ നാം മനസ്സിലാക്കേണ്ടത്. ആയതുകൊണ്ട് തന്നെ തൻ്റെ സമയങ്ങളെ പാഴാക്കാതെ ദിക്റുകളായിട്ടും നബിതങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടും തൻ്റെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ സന്താനപരമായ കുടുംബപരമായ വിഷയങ്ങൾക്കെല്ലാം റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് പ്രത്യേകമായി ദുആ ചെയ്യാം. ആ സ്വലാത്തുകൾ അതിന് കാരണമായി തീരുകയാണ്. ആ സ്വലാത്ത് കാരണമായിട്ട് നമ്മുടെ ഉദ്ദേശങ്ങളെ അള്ളാഹു സാധിച്ചു തരികയാണ്. ശരീരത്തിൽ പ്രത്യേകമായ ആഫിയത്താണ് നബിതങ്ങളോടുള്ള ആ സ്വലാത്ത് കാരണമായി അള്ളാഹു നമുക്ക് നൽകുന്നത്. ഏതെല്ലാം മാനസികമായ സംഘർഷങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ആ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നമുക്ക് ഏറ്റവും വലിയതായൊരു സമ്പത്താണ് സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നുള്ളത്. അത് മഹതിമാരായ നബിതങ്ങളുടേതായ ഭാര്യമാർ, അതുപോലെ തന്നെ ആ കുടുംബങ്ങളെല്ലാം അത് ചെയ്തിട്ടുണ്ട്, താബീങ്ങളെ ചെയ്തിട്ടുണ്ട്. പിൽക്കാലക്കാരായ ആൾക്കാരെല്ലാം വനിതകളൊക്കെ ആ സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് തന്നെ എന്തുമാത്രം സ്ഥാനങ്ങളാണ് അവർ കരസ്ഥമാക്കാൻ അവർ തയ്യാറായിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ സ്വലാത്തിനെ അധികരിപ്പിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ പ്രത്യേകത കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. ആ അനുഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നബിതങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളായി തീരാൻ കഴിഞ്ഞത് എന്നുള്ളത്. മഹാന്മാരായ അമ്പിയാക്കന്മാർ, മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള പ്രവാചകന്മാർ നബിതങ്ങളുടെ ഉമ്മത്തുകളാകാൻ ആഗ്രഹിച്ചവരാണ്. കാരണം അത്രമാത്രം പദവികളാണ് നബിതങ്ങളുടേതായ ഉമ്മത്തുകൾക്ക് അള്ളാഹു നൽകുന്നത്. ആ നബിതങ്ങൾക്കുള്ളതായ സ്ഥാനത്തിൻ്റെതായ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പ്രത്യേകമായി ആദരിച്ച് നമുക്കറിയാം.
എല്ലാ അമ്പിയാക്കന്മാരെ കൊണ്ടും നബിതങ്ങൾക്ക് ആദരവ് മിറാജിൻ്റെ രാത്രി തന്നെ കൊടുത്തത് പ്രത്യേകമായ സ്ഥലം മസ്ജിദുൽ അക്സയിലേക്ക് വിളിച്ചു വരുത്തി പ്രത്യേകമായ കവാടത്തിലൂടെ പള്ളിക്കകത്തേക്ക് കടത്തി അവിടെ നബിതങ്ങളെ സ്വീകരിക്കാൻ നിന്നത് മുൻകാല പ്രവാചകന്മാരായിരുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രവാചകന്മാരെക്കാൾ എല്ലാം തന്നെ ലോകത്തെല്ലാ സൃഷ്ടികളെക്കാളും സ്ഥാനമുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെയും മരണപ്പെട്ട് ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് വേണ്ടതുപോലെ ശഫാഅത്ത് ചെയ്യാനും നമ്മെ സ്വീകരിക്കാനും നബിതങ്ങളാണുള്ളത്. ക്ഷീണിതരായി ഖബറുകളിൽ നിന്നും മഹിശ്റയിലേക്ക് നാം ചെല്ലുന്ന സമയത്ത് ആ മഹിശ്റയിൽ നമ്മെ സ്വീകരിക്കാൻ നമ്മുടെ മാതാപിതാക്കളുണ്ടാകില്ല, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവരാരും അവിടെ ഉണ്ടാകില്ല. അവിടെ നമ്മെ സ്വീകരിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. ഹൗദിൽ നിന്ന് വെള്ളം നൽകിക്കൊണ്ട് നമ്മെ സ്വീകരിക്കുന്നത്. ആയതുകൊണ്ടാണ് നാം പ്രത്യേകമായി ഇന്നനാനർജു ഇല കൗസി ഹൗദിക ലില്ലതഷ് യൗമനശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി. കിതാബുകളെ കരങ്ങളിലേക്ക് നൽകപ്പെടുന്ന മഹിശ്റയിൽ നമുക്ക് നാം ആഗ്രഹിക്കുന്ന നബിതങ്ങളുടേതായ ആ ഹൗലിൻ്റെതായ കോപ്പകളിൽ നിന്ന് കുടിക്കുന്നതിനാണ് നാം ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് നബിതങ്ങളുടേതായ ശഫാഅത്ത് കിട്ടാൻ, ആ ഹൗലിൽ നിന്ന് കുടിക്കാൻ, ആ നബിതങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം ഒന്ന് കാണാൻ നാം ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹം മാത്രമല്ല, അതിന് ദാനമായിട്ടുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ആയതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായിച്ചതായ സഹോദരിമാരുണ്ട്. SSFൻ്റെ പ്രവർത്തകരെയും ആ പരിപാടിയുമായി ഇറങ്ങിയവരെയും വേണ്ടതുപോലെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തവരാണ്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായ സമയമാണ്. ഈ സമയത്ത് തന്നെ മഴ കാരണമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. കടൽ തീരങ്ങളിൽ താമസിക്കുന്നവർ വളരെ കടൽ കയറ്റം പോലെയുള്ളതായ പല വിഷയങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്. നമുക്ക് സ്വലാത്തുകൾ ചൊല്ലി ദാനധർമ്മങ്ങൾ ചെയ്ത് അതുപോലെ ഇബാദത്തുകൾ അധികരിപ്പിച്ച് ദിക്റുകൾ ചൊല്ലി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി റബ്ബിലേക്ക് നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നാം തേടാം. അള്ളാഹ് സ്വീകരിക്കാതിരിക്കില്ലല്ലോ. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹു പരിഹരിക്കുമാറാകട്ടെ. ആയതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഏറ്റവും കൂടുതൽ സ്വലാത്തിന് പുറകെ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. ആ ഇസ്തിഗ്ഫാറുകൾ എത്രമാത്രം നമുക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നത് മാത്രം മതി. ആ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക വഴി നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലാഹു സാധിച്ചു തരുമെന്ന് നമുക്ക് പല സംഭവങ്ങളിൽ നിന്ന്, കിതാബുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആയതിനാൽ നമ്മുടെ സമയങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അവിടെ നാവുകൾ ദിക്റിലായിരിക്കണം, അവിടെ നാവുകൾ സ്വലാത്തിലായിരിക്കണം. വാദിയായി ഫാത്തിമത്തെ സഹറ റളിയല്ലാഹു അൻഹ അങ്ങനെയല്ല ചെയ്തത്. തൻ്റെ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, അതിനു വേണ്ടി ജോലികൾ ചെയ്യുന്ന സമയത്തും ഖുർആൻ പാരായണമാണ്. ഇതേ ഒരവസ്ഥ നമ്മുടെ നാവുകൾ മറ്റ് സംസാരങ്ങളിലേക്ക് പോകാതെ നമുക്ക് സംരക്ഷിക്കാൻ സ്വലാത്തുകളെ കൊണ്ട്, ഇസ്തിഗ്ഫാറുകളെ കൊണ്ട് കഴിയുമെന്നുള്ളത് അത് കഴിയണം. അതിന് നാം ഉറച്ച തീരുമാനത്തോടുകൂടെയും റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സബലീകരിച്ച് തരണം റഹ്മാനെ. ഞങ്ങളുടെ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്, അതെല്ലാം നിനക്കറിയാം. നീ അതെല്ലാം മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ചൊല്ലിയ സ്വലാത്തിൻ്റെതായ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. ശാരീരിക വേദനകൾ, ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ പ്രയാസങ്ങളെല്ലാം തന്നെ നീ പരിഹരിക്കാൻ കഴിവുള്ളവനാണ്. എല്ലാം നീ പരിഹരിച്ചുകൊണ്ട് പൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാവിധ അസുഖം ഞങ്ങളുടെയും, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടേതായ മക്കൾ, കുടുംബങ്ങൾ, എല്ലാവരുടെ
ഭർത്താക്കന്മാർ, ഭാര്യമാർ തുടങ്ങി എല്ലാവരുടെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായി നീ ശിഫ തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. അവർ ചെയ്യുന്ന ജോലികളിൽ, ബിസിനസ്സുകളിൽ എല്ലാത്തിലും എല്ലാവിധ ബറക്കത്തും നീ നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയവരുണ്ട്, അവിടെ ഖബറിലേക്ക് നിൻ്റെ പ്രതിഫലം നീ എത്തിക്കണം റഹ്മാനെ. മഴ കാരണമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായ പ്രദേശങ്ങളിൽ അല്ലാഹു നീ സമാധാനം നൽകണം റഹ്മാനെ. ഒരു ശിക്ഷകളെയൊക്കെ ഒന്നുകൊണ്ടും തന്നെ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല റഹ്മാനെ. പൊതുവിപത്തുകളെ കൊണ്ട് നീ മുൻകാലക്കാരായ പലരെയും പല രീതിയിലും പല പരീക്ഷണങ്ങളെയും നടത്തിയിട്ടുണ്ട്. അതുപോലെയുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കല്ല റഹ്മാനെ. എല്ലാത്തിനും സലാമത്ത് നൽകണം റഹ്മാനെ. ഈ പരിപാടിയുമായി സഹകരിച്ച, വേണ്ടതുപോലെ സഹായിച്ച് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുത്ത്, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും എല്ലാവിധമായ പ്രതിഫലങ്ങളും കൊടുത്ത് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ, നമ്മുടെ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് 2500ഓളം കുട്ടികളാണ് അവിടെ സംഗമിച്ചത് വന്നിട്ടുള്ളത്. അതുപോലെ സാദാത്തിക്കളുണ്ടായിരുന്നു, മറ്റു ഉലമാക്കൾ, പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ അക്കോമഡേഷൻ തുടങ്ങി അവിടെ യാത്രാ സൗകര്യങ്ങൾ എല്ലാത്തിനു വേണ്ടിയും വേണ്ടതുപോലെ സഹായിച്ച, പ്രത്യേകമായി പറഞ്ഞ് സഹായിച്ചവരുണ്ട്. ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ പ്രത്യേകമായി തന്നവരുണ്ട്. എല്ലാവർക്കും അർഹമുർ റഹീമായ അള്ളാഹു എല്ലാവരും ഏത് ഉദ്ദേശത്തിൻ്റെ പേരാണ് പലരും കൊടുത്തിട്ട് എൻ്റെ ഇന്ന ഉദ്ദേശം നടക്കണം, എൻ്റെ മക്കൾ നന്നാകണം, എൻ്റെ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകണം, എൻ്റെ തൊഴിൽ ബറക്കത്തുണ്ടാകണം, അസുഖങ്ങൾ ശിഫയാകണം, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകണം, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തുണ്ടാകണം തുടങ്ങി ഒരുപാട് ഉദ്ദേശങ്ങൾ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ സാഹിത്യോത്സവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി സഹകരിച്ചവരുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് എല്ലാവിടെ നീയത്ത് അടിസ്ഥാനങ്ങളായി എല്ലാ കാര്യങ്ങളും അള്ളാഹു സാധിച്ചു തെരുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തെരുമാറാകട്ടെ. ഇതിലുപരി ഇതിൻ്റെ പ്രതിഫലങ്ങളെല്ലാം അള്ളാഹു തആല മരണപ്പെട്ടവരുടെ ഖബറിലേക്കും നമ്മുടേതായ ജീവിതത്തിൻ്റെ ഉടനീളം അള്ളാഹു നൽകി എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന പിങ്ക് കിസ് മത്സര പരിപാടിയിൽ നറുക്കെടുപ്പ് കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ക്വിസ് പരിപാടിയിൽ 800ഓളം ആൾക്കാരാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ മൊത്തത്തിൽ ഉത്തരങ്ങൾ നൽകിയവർ 400 പേരായിരുന്നു. അൽഹംദുലില്ലാഹ് 400 പേരുടെ പേരിട്ടിട്ടാണ് നറുക്കെടുക്കുന്നത്. ആ നറുക്കെടുപ്പ് തന്നെ 5 പേരുടെ നറുക്കാണ് എടുക്കുന്നത്. 5 പേരിൽ ഒരാൾക്ക് 1000 രൂപ വെച്ച് 5 പേർക്ക് 5000 രൂപയാണ് നമ്മുടെ ഈ കമ്മിറ്റി നൽകുന്നത്. അള്ളാഹു ഈ പങ്കെടുത്തവർക്കും അതുപോലെ ആരെല്ലാം 800 പേർ എല്ലാവർക്കും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകട്ടെ. 400 പേർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ 5 പേർക്ക് മാത്രമല്ല, 5 പേർക്ക് നമ്മൾ നൽകുന്നതാണ്. അള്ളാഹു എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം നൽകുന്നതാണ്. അതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എടുക്കല്ലേ എടുക്കാമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി. എവിടെ പേപ്പർ വരുന്നില്ലേ? ഹുസ്നായം കട്ടിപ്പാറ അല്ലേ? കട്ടിപ്പാറ. അപ്പോൾ ഒന്നാമത്തെ വിജയി അൽഹംദുലില്ലാഹ് ഹുസ്നായം കട്ടിപ്പാറ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹ്. കുഞ്ഞുമോൾ ലക്ഷദ്വീപ് രണ്ടാമത്തെ ഭാഗ്യവതി. കുഞ്ഞുമോൾ ലക്ഷദ്വീപ്. സുമയ്യ പി മാട്ടൂൽ. മൂന്നാമത്തെ ഭാഗ്യവതിയാണ് സുമയ്യ പി മാട്ടൂൽ.
റൈഹാനത്ത് ബീവി വേങ്ങര, നാലാമത്തെ അല്ലേ? നാലാമത്തെ ഭാഗ്യവതി റൈഹാനത്ത് ബീവി വേങ്ങര. അഞ്ചാമത്തെ ഭാഗ്യവതി ആരാ? മറിയം MK, വയനാട്. വയനാടാ വായാടാ? വായാട്. അഞ്ചാമത്തെ ഭാഗ്യവതി മറിയം MK, വായാട്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള മത്സരങ്ങളുണ്ടാകും. അതുകൊണ്ട് ആരും മാറി നിൽക്കുക, എല്ലാവരും പങ്കെടുക്കുക. ഇനിയും അധികരിച്ച ആൾക്കാരെല്ലാം നമ്മുടെ മത്സരങ്ങളിൽ പങ്കെടുക്കണം. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനി മറ്റേ സെഞ്ചുറിയുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും ക്വിസ് പ്രോഗ്രാമുകളൊക്കെ വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാത്തിലും പങ്കെടുക്കണം, ആരും മാറി നിൽക്കരുത്. പ്രത്യേക ഒരു വിജയം തന്നെയാണ് ഇക്കാര്യത്തിൽ. ഇത് പ്രോത്സാഹനം കിട്ടുക എന്നുള്ളതല്ല, അതിനൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇൻഷാ അല്ലാഹ് ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകട്ടെ.